റാപ്പർ വേടനെതിരായ ലൈംഗിക പീഡന കേസുകളിൽ സഹോദരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം വേടനെതിരെ ഗൂഢാലോചന നടന്നെന്ന പരാതിയിലാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. പീഡന പരാതി ആസൂത്രിതമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. റാപ്പർ വേടനെതിരായ പരാതികളിൽ ഗൂഢാലോചന ആരോപിച്ചും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. രാഷ്ട്രീയ ഗൂഢാലോചനയും വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലായിരുന്നു സഹോദരന്റെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഗൂഢാലോചന വ്യക്തമാക്കുന്ന ശബ്ദരേഖയടക്കമുള്ള തെളിവുകൾ കുടുംബം അധികൃതർക്ക് കൈമാറി. വേടനെതിരെ 2 പീഡന പരാതികളായിരുന്നു ലഭിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ സെപ്റ്റംബർ 10-ന് വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയെന്നും ഇതോടെ മാനസിക നില തകരാറിലായെന്നുമായിരുന്നു യുവതിയുടെ പരാതി. കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നു. ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞിരുന്നു. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ കോഴിക്കോടും കൊച്ചിയുമടക്കം 5 ഇടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നുമായിരുന്നു യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത്. വേടനെതിരെ ഗവേഷക വിദ്യാർത്ഥി കൂടി പിന്നീട് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഗവേഷക വിദ്യാർത്ഥി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതി എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയിരുന്നു. സംഗീത ഗവേഷണത്തിന്റെ പേരിൽ വേടനുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടുവെന്നും 2020-ൽ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വരാൻ പറഞ്ഞുവെന്നും അവിടെ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതിയിലുള്ളത്. ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞിരുന്നു. കേസിൽ സെഷൻസ് കോടതി വേടന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. തനിക്കെതിരെയുള്ള പരാതിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് വേടൻ ആവർത്തിച്ചു പറയുന്നത്. വേടന്റെ കുടുംബം നൽകിയിട്ടുള്ള പരാതിയിലും ഇത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം പോലും പുതിയൊരു പീഡന പരാതി വന്നത് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് വേടന്റെ കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ പോലീസുകാർക്ക് എത്തിച്ചു നൽകാനാണ് വേടന്റെ കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.